ധർമ്മസ്ഥലയിലെ ഈ പ്രാഥമിക വിവരം ലഭിച്ചപ്പോൾ തന്നെ വളരെ വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. യഥാർത്ഥത്തിൽ ഇത്രയും ദിവസം അത് എക്സ്ക്യൂം ചെയ്യാൻ സമയമെടുത്തു എന്ന് പറയുന്നത് വളരെ നിർഭാഗ്യകരമാണ്. സാക്ഷി അന്ന് ഒരു മനസാക്ഷി കുത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അന്ന് തന്നെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അതിൻ്റെ ഭീകരത നേരത്തെ പുറത്തു വരുമായിരുന്നു. എന്തായിരുന്നാലും SIT നല്ല ടീമാണ്, വളരെ വിശ്വസ്തരും സമർത്ഥരുമായ പോലീസ് ഓഫീസേഴ്സാണ്. അപ്പോൾ അവർ ഇത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഞെട്ടിപ്പിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ പുറത്തു വരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഒരാളാണെങ്കിൽ പോലും നീതി കിട്ടേണ്ടതാണ്. പലരും ചോദിക്കാറുണ്ട് ഈ എണ്ണമൊക്കെ പെരുപ്പിച്ച് കാണിക്കുന്നതല്ലേ എന്ന്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്. ആ എണ്ണം കുറവാവാം കൂടിയതാവാം, പക്ഷെ ഒരാളാണെങ്കിൽ പോലും നീതി കിട്ടണമല്ലോ. അങ്ങനൊരു രീതി എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു വളരെ സ്വാഭാവികമായ ഒരു പ്രാദേശിക പ്രശ്നമാക്കി മാറ്റുന്നതിനായിരുന്നു പലരും ശ്രമിച്ചിരുന്നത്. കർണാടകത്തിലെ മാധ്യമങ്ങൾ പോലും അതിൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ്. അവർക്ക് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളൊരു പാർട്ടിയുമുള്ള നിലയിലും പൊതുവിൽ ആ കാര്യത്തിനകത്ത് ഒരു ഉറച്ച നിലപാടെടുത്തു. കർണാടകത്തിലെ പാർട്ടി ഘടുവായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം പിന്തുണയോടുകൂടിയാണ് അതിനെ ഒരു ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതിയത്. ഏറ്റവും ഗൗരവപ്പെട്ട ഒരു ഏജൻസി അന്വേഷിക്കണമെന്നാണ് അതിൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. ഇപ്പോൾ NIA എന്ന് പറയുന്നത് ടെക്നിക്കലി ടെററിസ്റ്റ് അന്വേഷിക്കുന്നതാണ്. പക്ഷേ ഏറ്റവും ഗൗരവമുള്ള ഏജൻസി രാജ്യത്ത് ലഭ്യമാകുന്നത് അവരൊക്കെ ഭരിക്കുന്നവരാൽ സ്വാധീനിക്കപ്പെടുമല്ലോ എന്നുള്ള ചോദ്യമൊക്കെ പലരും ചോദിച്ചിരുന്നു. പക്ഷേ ഇത് അത്രയും ഗ്രാവിറ്റിയുള്ളൊരു കാര്യമാണ്. നമുക്ക് നിലവിലുള്ള സംവിധാനങ്ങൾ വിശ്വസിക്കാൻ മാത്രമേ തരുള്ളൂ. അപ്പോൾ അത് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ നിഗൂഢതകളും ഞെട്ടിപ്പിക്കുമ്പോൾ ധാരാളം കാര്യങ്ങളും മടമ്പതിൻ്റെ അവസാനമായിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പാർലമെന്റിൽ ഈ വിഷയം എങ്ങനെ ഉയർത്താൻ പോകും? പാർലമെന്റിൽ ഓൾ പാർട്ടി മീറ്റിങ്ങിനകത്ത് ഈ വിഷയം ഉന്നയിച്ചിരുന്നു. പിന്നീട് ഞാൻ നേരത്തെ കത്ത് നൽകി. പാർലമെന്റിൽ അല്ലാതെ ഈ വിഷയം ഉന്നയിക്കണമെങ്കിലുള്ള അവസരം ഇതുവരെ പാർലമെന്റിൽ വന്നില്ല. ഇനിയിപ്പോൾ തിങ്കളാഴ്ചയോ മറ്റോ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഉന്നയിക്കേണ്ടി വരും. ഞങ്ങളിത് പറയുമ്പോൾ ഈ ആയിരങ്ങൾ ലക്ഷങ്ങൾ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ സാങ്ക്ടിറ്റി, ഒരു പരിശുദ്ധിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് എക്സ്ക്യൂം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ആ പരിശുദ്ധി നിലനിർത്തപ്പെടണം സ്ഥാപനങ്ങളുടെ. ഇതിന് കുറച്ച് ആളുകൾ മാത്രം ചെയ്യുന്നതുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ മഹത്വം ഇല്ലാതാകുന്നില്ല, വിശ്വാസം കേന്ദ്രത്തിൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും കൂടെ ഞങ്ങൾ ആവശ്യമായിരുന്നു. ഈ രാജ്യത്തിൻ്റെ നാലാഭാഗത്തുനിന്നും ലക്ഷങ്ങൾ പോകുന്നൊരു സ്ഥലമാണ്. എന്തായിരുന്നാലും ഇത് ഈ സ്വതന്ത്ര ഇന്ത്യയിലാണോ നടന്നത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അവിടെ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കുറച്ച് വൈകിയാണെങ്കിലും അതിനകത്ത് ശരിയായ അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നത് സന്തോഷകരമാണ്. ഓരോ അസ്ഥികൂടം കണ്ടെത്തുമ്പോഴും അത് ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ മറ്റെന്ത് പറയാനാണ്, അന്വേഷണം നടക്കുന്നു എന്നത് സന്തോഷകരം.